നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റിംഗ് വീഡിയോയുടെ മറ്റൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ബ്രാൻഡിങ് തുടങ്ങിയ ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനോട് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബ്രാൻഡിങ്? ബ്രാൻഡിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ പറയുന്നു ടു റെഡ്യൂസ് കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ടാണ് ബ്രാൻഡിങ് നടത്തുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ടു ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രാൻഡിങ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ടു ഇംപ്രൂവ് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രാൻഡിങ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. സോ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ബ്രാൻഡിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാൻഡിങ് എന്താണെന്നതിനെക്കുറിച്ച് നമുക്കറിയണം. സോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബ്രാൻഡ്? എന്താണ് ബ്രാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രാൻഡ് ഈസ് നെയിം, ടേം, സിംബൽ, sign or design or a combination of them intended to identify the goods or services of one seller or group of sellers and differentiate them from those of competitors. ബ്രാൻഡ് എന്നുദ്ദേശിക്കുന്നത് ചിലപ്പം ഒരു നെയിം ആയിരിക്കാം, ഒരു യുണീക്ക് നെയിം ആയിരിക്കാം, ചിലപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം ആയിരിക്കാം, ചിലപ്പം ഒരു സൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിംബൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. നെയിമും സിംബലും സൈനും ഒക്കെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. എന്തിനു വേണ്ടിയാണ്? ഇൻറ്റൻഡ് ടു ഐഡൻറ്റിഫൈ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് വൺ സെല്ലർ ഓർ ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സ്. നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സിൽ നിന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് നിർത്താനായിട്ട് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന്, സർവീസിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള നെയിം, സിംബൽ, സൈൻ അല്ലെ ഡിസൈൻ or combination of them, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബ്രാൻഡ് എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് പല ബ്രാൻഡുകളെയും പരിചയമുണ്ട്. മൈക്രോസോഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഓഡി എടുത്തു കഴിഞ്ഞാൽ, ബെൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ അല്ല ആൻഡ്രോയിഡ് എടുത്തു കഴിഞ്ഞാൽ, ഇതിനൊക്കെ എന്താണ് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് അതിൻ്റെ നെയിം അല്ലെങ്കിൽ അതിൻ്റെ സിംബല്, സൈന്, ഡിസൈന് ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. സോ അപ്പോൾ മറ്റുള്ള കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റുകളെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താനും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് ഒരു നെയിം ആകാം, സിംബൽ ആകാം, ഡിസൈൻ ആകാം, അല്ലെങ്കിൽ സൈൻ ആകാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആകാം. പക്ഷേ അതേസമയം ബ്രാൻഡിങ് എന്ന് പറയുന്നത് അങ്ങനല്ല. ബ്രാൻഡിങ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമർ. ബ്രാൻഡിങ് എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ബ്രാൻഡിങ് ഒരു പ്രോസസ്സാണ്. എന്താണ്? ക്രിയേറ്റിംഗ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഇമേജ് ഉണ്ടാകണം. അത് ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷനായി മാറണം. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആയിരിക്കണം. ആ പെർസെപ്ഷൻ ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നെയിം ഉള്ളത് കൊണ്ടോ, സൈൻ ഉള്ളത് കൊണ്ടോ, സിംബൽ ഉള്ളത് കൊണ്ടോ, ഡിസൈൻ ഉള്ളത് കൊണ്ടോ ബ്രാൻഡിങ് നടക്കുന്നില്ല. അത് എങ്ങനെയാണോ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അത് കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൽ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അത് എത്ര നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ പെർസെപ്ഷൻ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും സിംബൽ കാണുമ്പം, സൈൻ കാണുമ്പം, ഡിസൈൻ കാണുമ്പം, നെയിം കാണുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു പെർസെപ്ഷൻ ഉണ്ട്, അല്ലെ? ഒരു ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഉണ്ട്, അല്ലെ? കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് നിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് വരാറുണ്ട്. അപ്പം ചില പ്രോഡക്റ്റുകൾ എന്താണ് നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ, അതിൻ്റെ വേർഡ് കേൾക്കുമ്പോൾ തന്നെ, നെയിം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചിലത് നമ്മളുടെ സേഫ്റ്റിയെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചില പ്രോഡക്റ്റുകൾ അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് മൈക്രോസോഫ്റ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നതിന് ആ രീതിയിലാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നത്. ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഉണ്ട്, മറ്റ് പ്രോഡക്റ്റിൽ നിന്ന് അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ബ്രാൻഡിങ്ങിലോട്ട് നയിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ബ്രാൻഡ് എന്ന് പറയുന്നതിനെ ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷനിൽ നമ്മുടെ മൈൻഡിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നിർത്തുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബ്രാൻഡിങ്?
ബ്രാൻഡിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അല്ലെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഉണ്ടാകണം. ദെൻ ഒരു ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷനോടൊപ്പം ദെൻ ഒരു യുണീക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് വിളിച്ചത്. ഓക്കെ, ദാറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രോങ് ബ്രാൻഡ്? സ്ട്രോങ് ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഓപ്ഷൻ സ്ട്രോങ് ബ്രാൻഡിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗം അല്ലാത്തതാണ്. ഓപ്ഷൻ എ, ഹൈ കസ്റ്റമർ ലോയലിറ്റി. കസ്റ്റമറുടെ ലോയലിറ്റി കൂടുക, ഹാർഡ് കോഡ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ലോയലിറ്റി കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണോ? ഓപ്ഷൻ ബി പറയുന്നത് കൺസിസ്റ്റൻറ്റ് മെസ്സേജിങ് ആണോ, കൺസ്യൂമേഴ്സുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നതാണോ? ഓപ്ഷൻ സി പറയുന്നു ഫ്രീക്വൻറ്റ് ലോഗോ ചേഞ്ചസ്, നമ്മുടെ ലോഗോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണോ? ദെൻ അതോ പോസിറ്റീവ് കസ്റ്റമർ പെർസെപ്ഷൻ ആണോ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിനുണ്ടാകുന്ന പോസിറ്റീവ് പെർസെപ്ഷൻ ആണോ സ്ട്രോങ് ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അപ്പോൾ ഏതായിരിക്കും ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഫ്രീക്വൻറ്റ് ലോഗോ ചേഞ്ച്. കാരണം ലോഗോ നമ്മൾ നിരന്തരം ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ ലോഗോയുടെ ഇമേജ് കിട്ടാതെ പോകും. അപ്പോൾ നമ്മൾ വൺസ് ഒരു ലോഗോ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ ലോഗോ നിൽക്കും, ഒരു ഡിസ്റ്റിൻറ്റ് ഇമേജ് ഉണ്ടാകും, ഒരു ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള 3 പോയിന്റ് നോക്കി. കസ്റ്റമേഴ്സിൻ്റെ ലോയലിറ്റി പിടിച്ചു പറ്റുക. ലോയലിറ്റി മീൻസ് എന്താണ്? അറ്റാച്ച്മെൻറ്റാണ്. നമ്മുടെ ബ്രാൻഡുമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഹൈ ആയി നിർത്തുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് നിലനിർത്തുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഇമേജ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് പറയുമ്പോൾ തന്നെ, അതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ, സിമ്പിൾ കാണുമ്പോൾ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊക്കെ എന്താണ് ഒരു സ്ട്രോങ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്രീക്വൻറ്റ് ലോഗോ ചേഞ്ച് ആണ് സ്ട്രോങ് ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ ഉള്ള ഓപ്ഷൻ. ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ബ്രാൻഡ് ലോയലിറ്റി? എന്താണ് ബ്രാൻഡ് ലോയലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ദ ടെൻഡൻസി ഓഫ് കസ്റ്റമർ ടു ചൂസ് ദ ചീപ്പസ്റ്റ് ബ്രാൻഡ്. ദെൻ കസ്റ്റമർ ചീപ്പസ്റ്റ് ബ്രാൻഡ് ചൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ ബ്രാൻഡ് ലോയലിറ്റി എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി പറയുന്നു ദ കൺസിസ്റ്റൻറ്റ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ എ സ്പെസിഫിക് ബ്രാൻഡ് ഓവർ എ കോമ്പറ്റീറ്റേഴ്സ്. കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പെസിഫിക് ബ്രാൻഡ് തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നു മറ്റ് കോമ്പറ്റേറ്റീവ്സ് ബ്രാൻഡിനേക്കാൾ. സോ അതാണോ ബ്രാൻഡ് ലോയലിറ്റി? ഓപ്ഷൻ സി പറയുന്നു ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. ന്യൂ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ? അത് ഓപ്ഷൻ ഡി പറയുന്നു എ പ്രോഗ്രാം ഫോർ എംപ്ലോയി റിട്ടൻഷൻ. എംപ്ലോയിയെ റിട്ടൻഷൻ നടത്താൻ വേണ്ടി, അല്ലെ എംപ്ലോയിയെ നിലനിർത്താൻ വേണ്ടി, അവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകളാണോ ബ്രാൻഡ് ലോയലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പം എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നതിന് മുമ്പ് ബ്രാൻഡ് ലോയലിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ബ്രാൻഡ് ലോയലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ measure of the attachment that a consumer has to be a brand. ഒരു ബ്രാൻഡിനോട് കസ്റ്റമേഴ്സിന് ഉണ്ടായിരിക്കുന്ന അറ്റാച്ച്മെൻറ്റിൻ്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലോയലിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ബ്രാൻഡ് ലോയലിറ്റി മീൻസ് എന്താണ്? ഒരു കസ്റ്റമറിന് ഒരു ബ്രാൻഡിനോട് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്, ഒരു അളവുകോലാണ് ബ്രാൻഡ് ലോയലിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹാർഡ് കോർ ലോയൽ ഉണ്ട്. ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഹു ബൈ ദ ബ്രാൻഡ് ഓൾ ദ ടൈം. നമ്മൾ എപ്പം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും ഈ ബ്രാൻഡ് മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ, മറ്റൊരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, മറ്റൊരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യത്തില്ല. അതിനെയാണ് നമ്മൾ ഹാർഡ് കോർ ലോയൽ എന്ന് പറയുന്നത്. അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആണ്. ഇനി സ്പ്ലിറ്റ് ലോയേഴ്സ് ഉണ്ട്. ദ കൺസ്യൂമേഴ്സ് ഹു ആർ ലോയൽ ടു 2 or 3 ബ്രാൻഡസ്. 2-3 ബ്രാൻഡിൽ താല്പര്യമുള്ള ആൾക്കാർ. ഒരെണ്ണത്തിനകത്ത് ഹാർഡ് കോർ അല്ല, സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. എൻ്റെ ലോയലിറ്റി അറ്റാച്ച്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്രാൻഡ് ഇല്ലെങ്കിൽ അടുത്ത ബ്രാൻഡ് ഞാൻ മേടിക്കും. ഒരു 2-3 ബ്രാൻഡിൽ എനിക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ, 2-3 ബ്രാൻഡിനോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ലോയേഴ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. പിന്നെയുള്ളത് ഷിഫ്റ്റിംഗ് ലോയൽസാണ്. ദ കൺസ്യൂമേഴ്സ് ഹു മൂവ് ഫ്രം വൺ ബ്രാൻഡ് ടു അനദർ.
ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ്, സ്പ്ലിറ്റ് ലോയേഴ്സ് ആണ്. ഒരു ബ്രാൻഡിനോടും ഹാർഡ് കോർ ലോയൽ ആയിരിക്കത്തില്ല. ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലോട്ട് മാറി 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 പോകുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരെ ഷിഫ്റ്റിംഗ് ലോയൽസ് എന്ന് വിളിക്കാം. അടുത്ത സ്വിച്ചേഴ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സ് ഹു ഹാവ് നോ ലോയലിറ്റി ടു എനി ബ്രാൻഡ്. ഒരു ബ്രാൻഡിനോടും താല്പര്യമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്വിച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ബ്രാൻഡിനെ കുറിച്ച് ഒരു ബോധറും ചെയ്യാറില്ല, അല്ലെ ബ്രാൻഡിനെ കുറിച്ച് ഒരു കൺസേണും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മേടിക്കുന്നു, യൂസ് ചെയ്യുന്നു, അടുത്ത പ്രാവശ്യം വേറൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു, യൂസ് ചെയ്യുന്നു. ബ്രാൻഡ് എന്ന് പറയുന്നതിന് ഒരു പ്രിഫറൻസും കൊടുക്കാത്തുള്ള ആൾക്കാരെ നമ്മൾ സ്വിച്ചേഴ്സ് എന്ന് വിളിക്കാം. അപ്പം 4 കാറ്റഗറി നമ്മൾ കണ്ടു. ഇനി നമ്മുടെ ക്വസ്റ്റിനിലോട്ട് വന്നാൽ, വാട്ട് ഈസ് ബ്രാൻഡ് ലോയലിറ്റി? എന്താണ് ബ്രാൻഡ് ലോയലിറ്റി? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ കൺസിസ്റ്റന്റ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ എ സ്പെസിഫിക് ബ്രാൻഡ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡിനേക്കാൾ കൺസ്യൂമേഴ്സിന് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബ്രാൻഡിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുവെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ബ്രാൻഡ് ലോയലിറ്റി എന്ന് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ അളവ് കൊലല്ല, മെഷർ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഹാർഡ് കോർ ലോയൽ എന്ന് പറഞ്ഞുകൊണ്ട്, സ്പ്ലിറ്റ് ലോയൽ എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, which of the following is a key factor influencing brand loyalty? ബ്രാൻഡ് ലോയലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രാൻഡ് ലോയലിറ്റി എന്താണെന്നറിയാം, കൺസ്യൂമേഴ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ് ബ്രാൻഡിനോടുള്ള. ദെൻ അതിനെ അളക്കുന്ന അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടർ ഓപ്ഷൻ എ, പ്രോഡക്റ്റ് അവൈലബിലിറ്റി. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ആണോ കീ ഫാക്ടർ എന്ന് പറയുന്നത്, അതോ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ പ്രൈസിങ്, പ്രൈസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണോ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ബ്രാൻഡ്, ഒരു ബ്രാൻഡിന്മേൽ കസ്റ്റമേഴ്സിനുള്ള സാറ്റിസ്ഫാക്ഷനും ട്രസ്റ്റുമനെയാണോ നമ്മൾ ദെൻ ബ്രാൻഡ് ലോയലിറ്റിയുടെ കീ ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അതോ ലാക്ക് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആണോ, ദെൻ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇല്ലായ്മയാണോ? എന്താണ് ദെൻ ബ്രാൻഡ് ലോയലിറ്റിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ബ്രാൻഡ്. ഒരു ബ്രാൻഡിൽ കസ്റ്റമറിനുള്ള സാറ്റിസ്ഫാക്ഷനെ, ട്രസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് കരുതുന്നത്, ബ്രാൻഡ് ലോയലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ വാട്ട് ഈസ് ബ്രാൻഡ് ഇക്വിറ്റി? എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫിസിക്കൽ അസറ്റ് ഓഫ് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡിൻ്റെ ഫിസിക്കൽ അസറ്റാണോ? ഇത് ഫിനാൻഷ്യൽ വാല്യൂ ഓഫ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ്റെ ഫിനാൻഷ്യൽ വാല്യൂവിനെയാണോ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്? ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ബ്രാൻഡഡ് പ്രോഡക്റ്റ്, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണോ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്? അതോ മാർക്കറ്റ് ഷെയർ ഓഫ് ദ ബ്രാൻഡാണോ, ഒരു ബ്രാൻഡിൻ്റെ മാർക്കറ്റിലെ ഷെയറിൻ്റെ വാല്യൂ ആണോ അതിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്? Brand equity is referred to as additional amount of money consumers are willing to pay for a brand compared to other brand. മറ്റ് ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കൺസ്യൂമേഴ്സ് അഡീഷണലായിട്ട് ഒരു ബ്രാൻഡിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ആ അഡീഷണലായിട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് ആ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ മാർക്കറ്റിൽ നമുക്കറിയാം 20,000-നും 25,000-നും അല്ലെ 50,000-നും ഒക്കെ എന്നാണ് ഫോണുകൾ അവൈലബിൾ ആകുമ്പം ദെൻ 1 lakh റുപ്പീസും 1 lakh എന്നാണ് 50,000 റുപ്പീസും ഒക്കെ കൊടുത്ത് ആപ്പിൾ മേടിക്കാൻ ആൾക്കാർ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ആപ്പിളിൻ്റെ ഫോണിന് വേണ്ടി അല്ല ആ ബ്രാൻഡിന് വേണ്ടി അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ആൾക്കാർ നിൽക്കുന്നു. അല്ലെങ്കിൽ ബെൻസ് കാറിന് വേണ്ടി, ഓഡി കാറുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രീമിയം കാറുകൾക്ക് വേണ്ടി അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അത് സ്വന്തമാക്കാൻ ആൾക്കാർ നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിച്ചത്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ അഡീഷണൽ amount of money the consumers are willing to pay for brand compared to other brand. മറ്റ് ബ്രാൻഡിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സെയിം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ബ്രാൻഡിന് കൊടുക്കുന്നതിനേക്കാൾ അഡീഷണൽ എമൗണ്ട് കൊടുത്ത് ഒരു ബ്രാൻഡ് സ്വന്തമാക്കാൻ കസ്റ്റമർ തയ്യാറാകുകയാണെങ്കിൽ ആ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മുടെ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രാൻഡ് ഇക്വിറ്റിയോട് നയിക്കുന്ന ഫാക്ടേഴ്സ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് കൺസ്യൂമേഴ്സിൻ്റെ ബ്രാൻഡ് അവയർനെസ് വരാം, അവരുടെ പെർസീവ്ഡ് ക്വാളിറ്റി വരാം, ബ്രാൻഡ് ലോയലിറ്റി വരാം, ബ്രാൻഡ് ഐഡന്റിറ്റി വരാം, അല്ലെങ്കിൽ ബ്രാൻഡ് അസോസിയേഷൻസ് വരാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ ഫിനാൻഷ്യൽ വാല്യൂ, ദ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷന് നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ഫോർ എ സ്പെസിഫിക് ബ്രാൻഡ്. ഒരു സ്പെസിഫിക് ബ്രാൻഡിന് വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിച്ചത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ ഫിനാൻഷ്യൽ വാല്യൂ ഓഫ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് വിച്ച് ഓഫ് ദീസ് ഈസ് പാർട്ട് ഓഫ് ദ ബ്രാൻഡ് വിഷ്വൽ ഐഡൻറ്റിറ്റി?
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ബ്രാൻഡിനെ വിഷ്വലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാൻഡ് ഏതാണെന്ന് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബ്രാൻഡ് ഈസ് നെയിം, ടേം, സൈൻ, സിമ്പിൾ, ഡിസൈൻ ഓർ ദ കോമ്പിനേഷൻ ഓഫ് ദം നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ വിഷ്വലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡിൻ്റെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കസ്റ്റമർ റിവ്യൂസ്, ഓപ്ഷൻ ബി അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്, ഓപ്ഷൻ സി ലോഗോ ആൻഡ് കളർ സ്കീം, ഓപ്ഷൻ ഡി മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഏതാണ് നമുക്ക് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് വിഷ്വലായിട്ട് അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി എന്താണ്? ലോഗോ ആൻഡ് കളർ സ്കീം അല്ലേ? ഒരു ബ്രാൻഡിൻ്റെ ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ കളർ സ്കീമാണ് നമുക്ക് വിഷ്വലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Okay, the next one, what does brand positioning refers to? ബ്രാൻഡ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിറ്റർമൈനിങ് ദ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഡിഫൈനിങ് ഹൗ എ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമർ. കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ബ്രാൻഡ് എങ്ങനെ പെർസീവ് ചെയ്തിരിക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നു പ്ലേസിങ് എ ലോഗോ ഓൺ പാക്കേജ്. പാക്കേജിൽ ഒരു ലോഗോ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ദെൻ കുറച്ച് പൊസിഷനിങ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളാണ് BMW, ലെക്സസ്, മെഴ്സിഡസ്, ടൊയോട്ട, വോൾവോ തുടങ്ങിയ ബ്രാൻഡുകൾ എന്ന് പറയുന്നത്. ദെൻ ഈ ബ്രാൻഡുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ മൈൻഡിൽ പൊസിഷൻ ചെയ്യാനായിട്ട് കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. BMW ഡ്രൈവിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നതാണ് അവർ പൊസിഷനിങ് സ്ട്രാറ്റജി. ലെക്സസ് എടുത്താൽ ലക്ഷറിയെ ഫോക്കസ് ചെയ്താണെങ്കിൽ മെഴ്സിഡസ് ബെൻസ് പ്രസ്റ്റീജ് ആണ്, വോൾവോ സേഫ്റ്റി ആണ്, ടൊയോട്ട റിലയബിലിറ്റി ആണ്, ദെൻ അടുത്തതാണ് യൂത്ത് ആണ്. ഇങ്ങനെ ഓരോ ബ്രാൻഡുകളും അവരുടെ പ്രോഡക്റ്റിനെ എന്താണ് പൊസിഷൻ ചെയ്യുന്നത് ഓരോ സ്ട്രാറ്റജികൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ പൊസിഷൻ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. സോ അപ്പോൾ റൈറ്റ് ആൻസർ എന്താണ്? ദ വാട്ട് ഡസ് ബ്രാൻഡ് പൊസിഷനിങ് റെഫേഴ്സ് ടു ദ ഡിഫൈനിങ് ഹൗ എ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമർ. എങ്ങനെയായിരിക്കണം എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ ബ്രാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ പെർസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിലനിർത്തേണ്ടത്, അതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടതുപോലെ തന്നെ ദെൻ ഇപ്പോൾ ടൊയോട്ട എന്നാണ് റിലയബിലിറ്റി നിലനിർത്തുക, കസ്റ്റമേഴ്സിൻ്റെ റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവർ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ വോൾവോ പറയുന്നത് ഞങ്ങൾ സേഫ്റ്റിയാണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് എത്തിക്കുന്നത്, ഞങ്ങളുടെ വാഹനം മേടിക്കൂ, നിങ്ങൾ സേഫായിട്ട് യാത്ര ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ലെക്സസ് ലക്ഷറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ മെഴ്സിഡസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രസ്റ്റീജ് ആൻഡ് പ്രൈഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് ആ ബ്രാൻഡുകൾ എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ്? താഴെ കൊടുത്തിരിക്കുന്ന ബ്രാൻഡിങ് സ്ട്രാറ്റജിയിൽ ഏത് സ്ട്രാറ്റജിയാണ് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിനെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിങ് സ്ട്രാറ്റജി? ഓപ്ഷൻ എ കോർപ്പറേറ്റ് ബ്രാൻഡിംഗ് ആണോ? ഓപ്ഷൻ ബി പ്രോഡക്റ്റ് ബ്രാൻഡിംഗ് ആണോ? ഓപ്ഷൻ സി എംപ്ലോയർ ബ്രാൻഡിംഗ് ആണോ? ഓപ്ഷൻ ഡി ഡിജിറ്റൽ ബ്രാൻഡിംഗ് ആണോ? 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പ്രോഡക്റ്റ് ബ്രാൻഡിംഗ്. അല്ലേ, ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോഡക്റ്റിനെ അല്ലെ സർവീസിനെ എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ബ്രാൻഡ് ചെയ്യിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രോഡക്റ്റ് ബ്രാൻഡിങ് യൂസ് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലോട്ട് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കമ്പനിയെക്കുപരിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് ഉപരിയായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിനെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചില കമ്പനികൾ എന്താണ് കോർപ്പറേറ്റ് ബ്രാൻഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്കായിരിക്കും ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത്. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരിലാണ് അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയം എന്താണ് ചില കമ്പനികൾ പ്രോഡക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ചിലത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും ചെയ്യുന്നത്. MS ഓഫീസ്, MS വേഡ്, MS എക്സൽ. അപ്പോൾ മൈക്രോസോഫ്റ്റും ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് അവരുടെ പ്രോഡക്റ്റ് നെയിമൂടെ ചേർത്ത് രണ്ടുകൂടെ കോമ്പിനേഷനായിട്ടും ചെയ്യാറുണ്ട്. സോ അപ്പോൾ അതാണ് ദെൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പ്രോഡക്റ്റ് ബ്രാൻഡിങ്. The next one is how does brand loyalty benefits a company?
ബ്രാൻഡ് ലോയലിറ്റി ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആകുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് ലോയലിറ്റി എന്ന് നമുക്കറിയാം അറ്റാച്ച്മെൻ്റ് ആണ്, കൺസ്യൂമേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റിനെയാണ് ബ്രാൻഡ് ലോയലിറ്റി എന്ന് നമ്മൾ വിളിച്ചത്. അത് കമ്പനിക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആകുന്നത്? ഓപ്ഷൻ എ പറയുന്നു ഇറ്റ് റിഡ്യൂസ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻക്രീസ് കസ്റ്റമർ റിട്ടൻഷൻ. മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കസ്റ്റമർ റിട്ടൻഷൻ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓപ്ഷൻ ബി പറയുന്നു ടു എലിമിനേറ്റ് ദ നീഡ് ഫോർ മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ചിൻ്റെ ആവശ്യകത നമുക്ക് ഒഴിവാക്കാനായി സാധിക്കുന്നു. ഇറ്റ് എൻഷുവേഴ്സ് നോ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ദെൻ does brand loyalty benefits a company? Option A. Right answer is option A. It reduces the marketing expenses and increases customer retention. മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ബ്രാൻഡ് ലോയലിറ്റി സഹായിക്കും. കാരണം ബ്രാൻഡ് ലോയലിറ്റി തന്നെ പറയുന്നതാണ് ദ അറ്റാച്ച്മെൻ്റ് ആണ്, കൺസ്യൂമേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നിലനിർത്തി കഴിഞ്ഞാൽ കസ്റ്റമർ റീറ്റൻഷൻ എപ്പോഴും പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർ ലോയലിറ്റിയിലോട്ട് പോകണമെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ നമ്മളെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ലോയലിറ്റി നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നുള്ളത് കൂടെ മനസ്സിൽ വെച്ചേക്കുക. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ദെൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.